ഇന്ന് ബംഗാളി ഉത്സവമൊന്നും അല്ല കാണാൻ പോകുന്നത്. ഇന്ന് ആദിവാസി ഉത്സവമാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇപ്പോൾ 11 മണിയായി, ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് പോകാൻ. എന്താ 11 മണിക്ക് ഉത്സവം തുടങ്ങത്തൊന്നുമല്ല, ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. അത് അവിടെ ആദിവാസി പൂജയൊന്നും നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഡാൻസ് കാണാൻ വേണ്ടി മാത്രം ഞാൻ പോകുന്നത്. ഈ 11 മണിക്ക് കെട്ടി അങ്ങ് പോവാം. അപ്പോഴേ കഴിഞ്ഞ വട്ടമൊന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അമ്മ വീട്ടിൽ പോയിക്കുമായിരുന്നു. ഈ പ്രാവശ്യം ഡാൻസ് കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നത്. ഞാൻ കണ്ടു ഡാൻസ്, ഇവിടെ ഡാൻസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതാണെങ്കിൽ നമ്മുടെ കരം പൂജ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ആചാരം എന്ന് വെച്ച് കഴിയുമ്പം നമ്മുടെ കൃഷി വിളവെടുക്കത്തില്ല, അതിന് മുമ്പേ ഇവിടെ ആചരിക്കുന്നതാണ്. അത് പോരാഞ്ഞിട്ട് അവിടെ ഒരു ശക്തി പുരുഷത്വം അതിൻ്റെ ഇതിന് പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ പൂജ ആചരിക്കുന്നത്. റാലി സൈഡിൽ വഴയും വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ കരം ചെടിയും വെച്ചിട്ട് അതിന് പൂജിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് നല്ല എന്തൊക്കെയോ വിളിച്ച് പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഈ ഡാൻസ് കാണാൻ നല്ല ഈസിയാണ്, പക്ഷേ വീട്ടിൽ വന്ന് ട്രൈ ചെയ്തപ്പോൾ ഒന്നും പറ്റിയില്ല. കാണാൻ നല്ല രസമല്ലെങ്കിൽ തുള്ളി ഡാൻസ് കളിക്കുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചാൽ നമുക്ക് ട്രൈ ചെയ്യാം. വീട്ടിൽ എൻ്റെ എല്ലാവരും പിടിച്ച് നിർത്തി ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ഒന്നും പറ്റിയില്ല. അവിടെ ഉണ്ടല്ലോ എല്ലാവരുടെ തല ഇതുപോലെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കരം ചെടി എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ 2-3 കടയുള്ളായിരുന്നേ. അപ്പം ഞാനും അനിയത്തിയും പിന്നെ ചേട്ടൻ്റെ മോനും കൂടെ അങ്ങോട്ട് ചെന്നപ്പം ചന്ദനത്തിരി പോലെ എന്തൊക്കെയോ സാധനം കണ്ട്. അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കഴിക്കാൻ ഉള്ള സാധനമാണ്, നല്ല ടേസ്റ്റാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ട്രൈ ചെയ്ത് നിങ്ങളോട് പറയാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.